ഇത് നിങ്ങൾ ചെയ്തു തന്ന നിങ്ങൾക്ക് എന്ത് പ്രതിഫലവും ഞാൻ തരും. ഓക്കെ മാഡം. ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും അഖിലാണ്ടേശ്വരി രക്ഷപ്പെടരുത്. അതിന് വേണ്ടത് എല്ലാം ചെയ്യണം. ഷുവർ മാഡം, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്. ആഹാ, അപ്പോഴേക്കും തീർന്നോ നിന്റെ ഓൺലൈൻ ക്ലാസ്? ഹോ, ഈ കൊറോണയൊക്കെ തീർന്ന് സ്കൂൾ എങ്ങനെയെങ്കിലും തുറന്നില്ലെങ്കിലേ പിള്ളേരുടെ പഠിത്തമൊക്കെ അതോ ഗതിയാ. അനിയൻകുട്ടാ, ഈ ക്ലാസ് കഴിഞ്ഞാൽ നീ ഇരുന്ന് സ്വയം പഠിച്ചോളണം. എന്നാലേ കളക്ടറാവാൻ പറ്റൂ. ദേ, നിന്റെ കൂടെ ജില്ലാ കളക്ടർ എന്ന് ബോർഡ് വെച്ച കാറിൽ ഈ ചേച്ചിക്ക് തൃച്ചംബരം മുറ്റത്ത് ഗമയിൽ വന്നു ഇറങ്ങണം. ശരി ശരി. ഇപ്പൊ തൃച്ചംബരത്തെ മൂത്ത മരുവള് ചെന്ന് ഭാവി കളക്ടർക്ക് എന്തെങ്കിലും തിന്നാൻ എടുത്തുതാ. അല്ലെങ്കിൽ വിശപ്പുണ്ട് ചാവും ഞാൻ. വിശന്നിരുന്ന് പഠിച്ചാലേ ഒന്നും അങ്ങോട്ട് മണ്ടേ കേറില്ല. ചേച്ചിക്ക് അറിയാലോ, വിശന്നിരുന്ന് പഠിച്ചവരാരും ഇന്നുവരെ കളക്ടറായിട്ടില്ല. അതെ അതെ അതെ, ആ ബുക്കും പുസ്തകമൊക്കെ അടുക്കി വെച്ച് പോയി കൈ കഴുകിട്ട് വാ. ഞാനേ കഴിക്കാൻ എടുത്തിട്ട് വരാം. ഏതായാലും ചേച്ചിക്ക് വല്യുഞ്ഞ് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി തന്നതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞ ലാപ്ടോപ്പാണ് വേണ്ടത്. പിന്നെ ചില്ലറ മോഹമൊന്നും അല്ലല്ലോ. അയ്യ, അളിയനോട് പറഞ്ഞ ഒരു ലാപ്ടോപ്പ് കിട്ടിയനെ. ആരോടെന്നാ പറഞ്ഞേ? അളിയൻ. പെങ്ങടെ ഭർത്താവിനെ അളിയൻ എന്നല്ലേ വിളിക്കേണ്ടത്? അതെ, പക്ഷേ എന്റെ കുഞ്ഞുമോൻ വലിയ കുഞ്ഞിന്ന് വിളിച്ചാ മതി കേട്ടോ. എന്നാലും ചേച്ചി, അഖില മേഡത്തിന്റെ മുൻകൂർ ജാമ്യം എടുത്ത് മാറ്റിവെച്ചത് ആ ഡാഗിനെയാണെന്ന് ചേച്ചിക്ക് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ആ വിലാസിനി അവരെ കൊന്നാലേ തൃച്ചംബരം രക്ഷപ്പെടൂ. നീ കഴിക്കേ. ഞാനിപ്പോ അക്കാര്യം വല്യുഞ്ഞിനോട് പറഞ്ഞ അവിടെ എന്താ ഉണ്ടാവുന്ന അറിയാലോ നിനക്ക്. എന്തുണ്ടാകാൻ? അഖില മേഡം അവരെ അടിച്ചു പുറത്താക്കി ചാണകം തളിച്ചേനെ. നല്ലൊരു ചാൻസാ ചേച്ചി കൊണ്ട് കളഞ്ഞേ. ചേച്ചി, മനുഷ്യനായ കുറച്ചെങ്കിലും പ്രതികാര ബുദ്ധി വേണം. ഒരു ഗാന്ധി മോളും വന്നിരിക്കുന്നു. അല്ല, നീ ഗാന്ധിജിന്ന് ഉദ്ദേശിച്ചത് അച്ഛനെയാണോ? ചേച്ചി കുറച്ചുകൂടെ കറി ചോദിച്ചേ. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അതെ, ഭഗത് സിംഗിനി ദേഷ്യം മുഴുവൻ ആഹാരത്തിനോട് കാണിക്കണ്ട. അതെ, ഇപ്പോഴേ അല്പം താടിയൊക്കെ കുറഞ്ഞ് സുന്ദരനായിട്ട് വരുന്നേ ഉള്ളൂ. അല്ലേ ചേച്ചി, അന്ന് മികച്ച ബ്രാൻഡ് അംബാസിഡർ അവാർഡിന് സിംഗപ്പൂരിൽ പോകാൻ പോയപ്പോ ചേച്ചിയുടെ പാസ്പോർട്ട് കാണാതെ പോയില്ലേ? ആ അതെ, ആ പാസ്പോർട്ട് എടുത്ത് മാറ്റിയതും അവര് തന്നെ ആയിരിക്കും. ഞാനത് അച്ഛനായിരിക്കും എടുത്ത് മാറ്റിയതെന്ന് കരുതി അച്ഛന്റെ മേശയിൽ അരിച്ച് പറക്കി പരിശോധിച്ചതാ. കല്യാണി, നീ എന്താ ചെയ്യുന്നേ? പാസ്പോർട്ട് എടുത്ത് കൊടുക്കാനാ പറഞ്ഞത്. പാസ്പോർട്ട് കാണുന്നില്ല വല്യുഞ്ഞേ. പാസ്പോർട്ട് കാണുന്നില്ലേ?
4 പേരെ ഇവിടേക്ക് വിളിപ്പിച്ചതിന്റെ കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതി. നമ്മുടെ കമ്പനിയുടെ ഫുഡ് പ്രോഡക്ട്സിന്റെ മാനേജർമാരാണ് നിങ്ങൾ 3 പേരും. ഒരാൾ AGM. നിങ്ങളറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. സാർ, അത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭക്ഷ്യസാധനങ്ങൾ മായം ചേർന്നതാണെന്ന് വരുത്തി തീർത്ത് നമ്മുടെ കമ്പനിയുടെ ഗുഡ്വിൽ തകർക്കാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ശിവരാമകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരെയും അകത്താക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആശ്രമത്തിലെ അന്തേവാസികളിൽ ആരും ഇതുവരെ മരിച്ചിട്ടില്ലെങ്കിലും കേസ് അതേപടി നിലനിൽക്കുക. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എവിടെ, എങ്ങനെ, എപ്പോഴാണ് നമുക്ക് തെറ്റ് സംഭവിച്ചത്? നിങ്ങൾ വേണം ഇപ്പൊ വിശദീകരണം തരാൻ. സർ, ഇത് സംഭവിച്ചതിന് ശേഷം ഞങ്ങളുടെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്റെ ഉത്തരവാദിത്വം വെച്ച് ഞാൻ ഈ കാര്യത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും കൃത്യമായ ഒരു ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഉത്തരമല്ല. കൃത്യമായ ഒരു ആൻസറിൽ എത്തിച്ചേരും എന്നതാണ് ശ്രീനിവാസൻ തരേണ്ട ആൻസർ. സംഭവിച്ചിരിക്കുന്നത് ഒരു ആകസ്മിക ദുരന്തമല്ല. ഇറ്റ്സ് എ ക്ലിയർ കട്ട് ഡെലിബറേറ്റ് ആക്ട്. ആർക്കും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനും പറ്റില്ല. കറക്റ്റ്. ഇതിന്റെ പിന്നിൽ ഒരു വൻ ഗൂഢാലോചന തന്നെയുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ്. അത് നിങ്ങളിൽ ഒരാളാണെന്ന് ഞങ്ങൾ സംശയിച്ച. കയറ്റിവിടുന്ന സാധനങ്ങൾ ഞാൻ നേരിട്ട് ചെക്ക് ചെയ്താണ് സാർ അയക്കാറുള്ളത്. ഗോഡൌണിനകത്ത് വെച്ച് എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത്. ആയിരിക്കാം, അല്ലായിരിക്കാം. അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ബിസിനസ്സിൽ ശത്രുക്കൾ സാധാരണമാണ്. പക്ഷേ നിങ്ങൾ ഉറങ്ങി, അല്ലെങ്കിൽ ഉറക്കം നടിച്ചു. അതാര്, എന്തിന്? അതാണ് ചോദ്യം. സോറി സർ, വീഴ്ച തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത് ചെയ്തവനെ കണ്ടെത്താൻ മാനേജ്മെന്റിനോടൊപ്പം ഉണ്ടെന്നാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ജീവിക്കുന്നത് ഈ സ്ഥാപനം കൊണ്ടാണ്. ഇതിനോട് നന്ദി കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതമില്ല. മിസ്റ്റർ ബാലേന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല സർ. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശ്രീനിവാസ്, ഈ സംഭവത്തിന്റെ ഇൻ ആൻഡ് ഔട്ട് ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് വേണം. വിത്തിൻ 24 hours. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. നിനക്കെന്തോ തോന്നുന്നു? ഇവരൊക്കെ പാവങ്ങളാണ് ബ്രോ. ഇവരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ പാവമാണ്. നോ, അവിടെ നിനക്ക് തെറ്റിയാരമുണ്ട്. എന്റെ മനസ്സ് പറയുന്നത് ഈ 4 പേരിൽ ഒരാളാണ് കുറ്റക്കാരനെന്ന്. അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അല്ല, ബ്രോയ്ക്ക് അത്രയും വിശ്വാസമാണോ? 100% യെസ്. കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. യു ഡു വൺ തിങ്. നീ ഇവരെ ഫോളോ ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യുക. ഇന്നലെ വരെയുള്ള ഇവരുടെ ജീവിത രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോന്നാ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അത് ഞാൻ ഏറ്റു ബ്രോ. ഡൺ.
ഹലോ ശ്രീനിയേട്ടാ. ആ പ്രിയങ്ക, പറയൂ പറയൂ. ഞാൻ ശ്രീനിയേട്ടന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ അവിടെ? അരക്കില്ലത്ത് തീ കൊളുത്താൻ സമയമായോ നമുക്ക്? ആ ഏകദേശം. വീട്ടിൽ വിളിച്ചു വരുത്തിയുള്ള ക്രോസ് വിസ്താരം 1ാം ഘട്ടം കഴിഞ്ഞു. കൊച്ചു മുതലാളിമാർ രണ്ടുപേരും കൂടി ഫിനാൻസ്, പർച്ചേസിംഗ്, മാർക്കറ്റിംഗ് മാനേജർമാരെയും എന്നെയും മാറി മാറി ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് പറയാം. ആയിക്കോട്ടെ. ഇനിയിപ്പോ കൊച്ചു മുതലാളിമാരെന്നല്ല, വലിയ മുതലാളിമാരും CBI-കാരും വരെ ചോദ്യം ചെയ്താലും കണ്ടെത്താനാവില്ല അവർക്കിതിലെ പ്രതികളെ. കാരണം പ്രതി പ്രിയങ്കയുടെ മായാവലയത്തിലാ. നമ്മുടെ മൂക്കിന്റെ പാലത്തിന് താഴെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നു. അങ്ങനെ ചെറുതായി കാണണ്ട പ്രിയങ്കെ, നമ്മള് സൂക്ഷിക്കണം. നമ്മളീ പ്രതിയെ എവിടെ ഒളിപ്പിച്ചാലും കൊത്തിപ്പറിക്കാനുള്ള കഴുകൻ കണ്ണുകളുമായിട്ടാ ആനന്ദ് കൃഷ്ണന്റെ നിൽപ്പ് തന്നെ. നിൽക്കട്ടെ ശ്രീനിയേട്ടാ, ഇറ്റ്സ് ഓഫ് നോ യൂസ് അറ്റ് ഓൾ. ആ കഴുകന്റെ ചിറകരിയാനുള്ള ആയുധം മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട് പ്രിയങ്ക ഇവിടെ. അത് മറക്കാം. അവിടെ എന്ത് നടക്കുന്നു അപ്പ ശ്രീനിയേട്ടൻ എന്നെ അറിയിച്ചാൽ മാത്രം മതി. ബാക്കി ഞാൻ ചെയ്തോളാം ഇവിടെ. അപ്പൊ ടേക്ക് കെയർ. എനിക്ക് മറ്റൊരാളെ വിളിക്കാനുണ്ട്, നമ്മുടെ കറുത്ത കുഞ്ഞാടിന്. ശ്രീനിയുടെ ഫോൺ വെച്ചോ. ഓക്കേ. ഹലോ. എന്താണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ സർ, ശബ്ദത്തിന് ചെറിയൊരു പതർച്ച പോലെ? എന്താ ആനന്ദ് ഗ്രൂപ്പ് കൊച്ചുമുതലാളിമാരുടെ ക്രോസ് വിസ്താരത്തിൽ പകച്ച് പണ്ടാറടങ്ങി പോയോ നമ്മുടെ ഇച്ഛായൻ? അങ്ങനെയൊന്നുമില്ല മാഡം. യാതൊരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ആര്? തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണനോ? ആനന്ദിന് തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ ഇച്ചായന് തോന്നുന്നുണ്ടെങ്കിൽ ആനന്ദിന്റെ പ്രതിപട്ടികയിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ ഇച്ചായൻ തന്നെയായിരിക്കും. ഓർപ്പിക്കാം, ഇപ്പൊ തന്നെ. അയ്യോ മാഡം, അത് വിയർത്ത് കാറിലെ AC കൂട്ടണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചായനങ്ങ് ശ്രദ്ധിച്ചു കേക്ക്. വെറും കേൾക്കലല്ല, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ പറ്റോ? മാഡം പറഞ്ഞാ മതി. ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പ്രതിഫലം തന്ന രൂപ ഇച്ചായൻ തൽക്കാലം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്. ഒപ്പം അമിതമായി എടുത്ത് ചെലവാക്കാനും നിൽക്കരുത്. അങ്ങനെ വന്നാ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇല്ല മാഡം, ഞാൻ ചെലവാക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇല്ല. എല്ലാം ഒന്ന് ശാന്തമാവുന്നതുവരെ പണം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. ബാങ്ക് ലോക്കർ ഓക്കെയാണ്? അല്ല, പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവുമോ മാഡം? ഏയ് നത്തിങ്. ഇച്ചായൻ വിഷമിക്കണ്ട. ബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരു പ്രശ്നവുമില്ല, കോംപ്ലിക്കേഷൻസും ഇല്ല. പിടികൂടാൻ അവരാവത് നോക്കും, പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും. അതിനായി നിങ്ങൾക്ക് വേണ്ടത് ആ പഴയ ക്ലീൻ ഇമേജാണ്. പണ്ട് കമ്പനിയിലുണ്ടായിരുന്ന ആ ക്ലീൻ ഇമേജിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കണം. അവരെ വിശ്വസിപ്പിക്കണം കൂടെ നിന്ന്. ഗോഡ് മീ? യെസ് മാഡം, മനസ്സിലായി. അങ്ങനെ ചെയ്യാം.
വല്യൂഞ്ഞെ ആ. എന്തു പറ്റി വല്യൂഞ്ഞെ? എന്താ മുഖം വല്ലാണ്ടിരിക്കണേ? പുതിനാറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോഴേ ശബ്ദത്തിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ വല്യൂഞ്ഞെ, എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണോ? നിന്നോട് പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല കല്യാണി ഞാൻ ആലോചിക്കുന്നത്. മുൻകൂർ ജാമ്യം എടുത്ത് അമ്മയുടെ അറസ്റ്റ് തടഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും പ്രതിഭാഗത്ത് അമ്മ തന്നെയാണ്. വല്യൂഞ്ഞെ, അതേ കല്യാണി, ഇതാരാണ് ചെയ്തതെന്ന് കണ്ടെത്തുന്നതുവരെ എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്താനാവാത്തത് വലിയൊരു ടെൻഷനാ. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ശമ്പളം പറ്റുന്ന ആരോ ഒരാൾ നമുക്കെതിരെ ചെയ്ത ഒരു വലിയ ചതിയാണിത്. അത് ചെയ്തവനെ കണ്ടെത്തുന്നതുവരെ എനിക്ക് ഉറക്കമില്ല. വല്യൂഞ്ഞിന്റെ ഈ മുഖം കാണുമ്പോഴേ അറിയാം വല്യൂഞ്ഞ് ആരൊക്കെ സംശയിക്കുന്നുണ്ടെന്ന്. സംശയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. വ്യക്തമായ തെളിവുകളോടെ ആളെ കണ്ടെത്തണ്ടേ? ആ, വല്യൂഞ്ഞിന്റെ മനസ്സില് ആരൊക്കെ സംശയം എന്നോടൊന്ന് പറയാമോ? ആ, ഒന്നുമില്ല. എന്നോട് പറയുമ്പോ ആ മനസ്സിന്റെ ഭാരം ഒന്ന് കുറയുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ.